അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പല ടൈപ്പുള്ള ഡ്രോണുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ തന്നെ വരുന്ന കാറ്റഗറി, വെയിറ്റ് വൈസ് ഒന്നും വരുന്ന കാറ്റഗറി അല്ല, ഫീച്ചേഴ്സ് വൈസ് വരുന്ന കാറ്റഗറിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, ഇൻഡോർ ഉപയോഗിക്കാൻ പറ്റിയ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രോണിലേക്ക് തന്നെ വരാം. സൈസ് നിങ്ങൾ നോക്കേണ്ട, ഫങ്ഷനാലിറ്റി വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. പല സൈസിലും പല വെയിറ്റിലും പല ഷേപ്പിലും വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്കൊരു ബേസിക് ഡ്രോണിലേക്ക് തന്നെ തുടങ്ങാം. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്ക ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ആമസോണിലും ഒക്കെ കാണുന്നുണ്ട് പല ടൈപ്പിൽ വരുന്നത്. ഇതുപോലുള്ള ഡ്രോൺ ആയിരിക്കും. സൈസ് നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം പറത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൈയും നമ്മുടെ റിമോട്ടിൽ വേണം. അതായത് ഇതിന് ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ത്രോട്ടിൽ, ഇതാണ് ഈ സൈഡിലാണ് ത്രോട്ടിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ത്രോട്ടിൽ നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിട്ട് കഴിഞ്ഞാൽ അത് ഏത് ഹൈറ്റിലാണോ പറന്നുകൊണ്ടെന്ന് വെച്ചാൽ ആ ഹൈറ്റ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ട് തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡുള്ള ഒരു റിമോട്ടാണ്, ഇതില്ലാത്തതാണ്. എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ സ്റ്റിക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇതിപ്പോൾ എവിടെയാണ് നമ്മൾ വിടുന്നത് അവിടെ നിൽക്കും. കണ്ടോ, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡുള്ള മോഡലിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ എങ്ങനെയൊക്കെ നമ്മൾ വിട്ടാലും സെൻറ്റേഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അത് എല്ലാ റിമോട്ടിലും സെയിം ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു റിമോട്ട് ഉണ്ട്, ഇതിലും ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്. നിങ്ങൾ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, ഈ സ്റ്റിക്ക് എപ്പോഴും സെൻറ്റേഡ് ആയിരിക്കും. അപ്പോൾ ആ സെൻറ്റേഡ് ആയിട്ടിരിക്കുന്ന സ്റ്റിക്കുള്ള റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡുള്ള ഡ്രോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫങ്ഷനും ഇല്ല, ക്യാമറയില്ല, ഒരു ജസ്റ്റ് ഒരു പറത്താൻ വേണ്ടി പറ്റിയൊരു സാധനം. പറത്താൻ ഒരു ഇത്തിരി പാടായിരിക്കും തുടക്കക്കാർക്ക്, പക്ഷേ നമുക്ക് ഇൻഡോർ പറത്താൻ വേണ്ടി പറ്റിയൊരു സാധനമാണ്. കാര്യം ഈ ഒരു മോഡലിലോ പല മോഡൽ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സൈസുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡോർ പറത്താൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ പറത്താൻ വേണ്ടി തന്നെ പറ്റിയത് വേറൊരു മോഡലാണ് ഈ വരുന്ന മോഡൽ. ഈ മോഡൽസിന് എന്താ സംഭവം എന്ന് വെച്ചാൽ ക്യാമറ ഇല്ലെങ്കിൽ പോലും ഇതിൽ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഇതിലില്ല, ഇതിലുണ്ട്. ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം. ഓക്കെ, അപ്പോൾ ക്യാമറ ഇല്ല, ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്. ഇതിൽ വരുന്നത് ബ്രഷ്ഡ് മോട്ടറാണ്, ഇതിലും ബ്രഷ്ഡ് മോട്ടറാണ്. വേറെ മോഡലിലൊക്കെ വരുന്ന ബ്രഷ് മോട്ടറാണ്. ബ്രഷ്ലെസ് മോട്ടറിലേക്ക് വരുമ്പോൾ ഇത്തിരി കൊണ്ട് പ്രൈസ് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പറത്തലൊരു ഇത്തിരി പണിയായിരിക്കും ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈറ്റ് എവിടെ വെച്ച് വിടുന്നു അവിടെ വെച്ച് നിൽക്കും. നമുക്ക് ലെഫ്റ്റ് റൈറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൊപ്പല്ലർ ഗാർഡ് ഇതിൽ തരുന്നുണ്ട്. ബാക്കിലില്ല, ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്തൊരു ഗാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ മാത്രം കൺട്രോൾ ചെയ്ത് വേണമെങ്കിലും പറത്താൻ വേണ്ടി പറ്റും. ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ആ ഒരു ഹൈറ്റ് അത് തന്നെ പിടിച്ച് നിർത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ക്യാമറ ഇല്ലാത്ത ഡ്രോണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വരുമ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉള്ള മോഡൽസാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ 2000 രൂപ, 1700 രൂപ, 1800 രൂപ ആ റേഞ്ചിന് കളിക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം ഒബ്വിയസ്ലി മെയ്ഡ് ഇൻ ചൈനയാണ്. നമ്മുടെ നാട്ടിൽ ഡ്രോൺ എന്തോ മാനുഫാക്ചറിങ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അസംബ്ലി ഉണ്ടാവുമായിരിക്കും, മാനുഫാക്ചറിങ്ങിനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വരുമ്പോൾ ക്യാമറയുണ്ട്, വൈഫൈ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഡ്രോണിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ഡ്രോണുകളൊന്നും നമുക്ക് ക്യാമറ വലുതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം സ്റ്റെബിലിറ്റി കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റോറേജ് ഇല്ല. നമ്മുടെ ഫോണിലേക്ക് വൈഫൈ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ഭയങ്കര ചോപ്പി ആയിരിക്കും. അപ്പോൾ ഈ ഡ്രോണുകളുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൾഡബിൾ ആയിട്ട് വരുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾഡബിൾ ആയിട്ട് വരുന്ന മോഡലാണ്. അപ്പോൾ ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനുള്ള സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് കാര്യങ്ങൾ വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്. പക്ഷേ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ്ഡ് മോട്ടറാണ് ഇപ്പോൾ ഈ വരുന്ന കാര്യങ്ങൾ. ബ്രഷ്ഡ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി കുറവായിരിക്കും. അതുപോലെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ മോട്ടേഴ്സ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അധികം പ്രഷറും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രഷ് ഉണ്ടാവും. ആ ബ്രഷ് കംപ്ലയിൻ്റ് ആയിപ്പോൾ അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യാണ്ടാവും. നമ്മൾ പിന്നെ മോട്ടർ മാറ്റേണ്ടി വരും. അപ്പോൾ ബ്രഷ്ഡ് മോട്ടറിൻ്റെ കാര്യം പറഞ്ഞു, ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ്, ക്യാമറ വരെ വന്നു. പിന്നെ വരുന്ന ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്, ക്യാമറയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ മാറി ബ്രഷ്ലെസ് ആയി. ഓക്കെ, അപ്പോൾ ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു മോട്ടറാണുള്ളത്. ഓക്കെ, അടിയിൽ നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ പറ്റും. മാഗ്നറ്റും കാര്യങ്ങളും കോയിൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഹോൾ ബോഡിയാണ് കറങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് സൗണ്ട് വളരെ കുറവായിരിക്കും ഇതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H60 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ബ്രഷ്ലെസ് ആയിട്ട് വരുന്നത് തന്നെയാണ്. വൈഫൈ ക്യാമറയും കാര്യങ്ങളുണ്ട്. ക്യാമറ ക്വാളിറ്റി കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വൈഫൈ ക്യാമറയാണ്. വൈഫൈ ക്യാമറയിൽ നിന്നുള്ള ഫുട്ടേജുകൾ നമുക്ക്
വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും, വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ലാഗും ചോപ്പിംഗ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ അൺബോക്സിങ് കാര്യങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. ഈ ഡ്രോണിൻ്റെ ചെയ്തതാണ്. ഇതിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് കുറേ നാൾ മുമ്പ് തൊട്ടേയുള്ള അതിൻ്റെ ആദ്യത്തേതോ രണ്ടാമത്തെ ഡ്രോണായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആദ്യത്തെ ഡ്രോൺ ഇപ്പോൾ ഇല്ല കയ്യിൽ. ഓക്കെ, ഈ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡുള്ള ഡ്രോണുകളെല്ലാം ഒരു ടേക്ക് ഓഫ് ലാൻഡിങ്ങിന് ഒരു ബട്ടൺ ഉണ്ടാവും. ഇതിൻ്റെ കേസിൽ ഇവിടെയാണ്, നമ്മളെ ഈ പറഞ്ഞ ഈ ഡ്രോണിൻ്റെ കേസിലും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ബാക്കി ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഈ ഡ്രോണുകളിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ബേസിക് ആയിട്ട് വരുന്ന ഡ്രോണുകളിലെല്ലാം ഉണ്ടാവും. ഇനി വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ പൊക്കത്തേക്ക് വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും GPS എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാമറയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോഗ്രാഫി ഡ്രോണിൻ്റെ ഒരു ബിഗിനർ ലെവലിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരറ്റ് ബീപോപ്പ് 2 സംതിങ് എന്തോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പാടില്ല. ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത്, ക്യാമറ ഉണ്ട്, വൈഫൈ ക്യാമറ അല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, അതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റെബിലിറ്റി അറിയില്ല, ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ആണുള്ളത്. എങ്കിൽ പോലും ഇതിൻ്റെ ഫുട്ടേജ് നല്ല സ്മൂത്ത് ഫുട്ടേജാണ് ഇതിനകത്തുള്ളത്. ബാറ്ററി നമ്മൾ മോഡ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം വരുന്ന ബാറ്ററിയും ചാർജറും ബാറ്ററി വീക്കായി പോയി. ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ മോഡ് ചെയ്തു. നമ്മളിപ്പോൾ നോർമലി 3 years ലൈഫ് ഉണ്ടെങ്കിൽ ഈ സാധനം പറത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് GPS കാര്യങ്ങളുള്ളതുകൊണ്ട് നല്ല സ്റ്റേബിളാണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങാനും സിഗ്നൽ വിട്ടുപോയിക്കാൻ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ GPS ലൊക്കേഷൻ വെച്ചിട്ട് ഈ സാധനം വരുന്നത്. ബാക്കിയുള്ള ഈ മോഡലുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ ആയിരിക്കും. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ ഇപ്പോൾ ഫ്രണ്ടിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തപ്പോൾ സീനിൽ പോയത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് വരാൻ വേണ്ടിയിട്ട് നോക്കും. അത്രേ ഇത് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കാറ്റ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡൽസൊക്കെ, ഈ ബ്രഷ്ഡ് മോഡൽസൊക്കെ എല്ലാം പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ബ്രഷ്ലെസ് ആയിട്ടുള്ള ഈ ഒരു സാധനം ചിലപ്പോൾ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി നോക്കും, പക്ഷേ വെയിറ്റ് കുറവായതുകൊണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ക്ലാസിഫിക്കേഷനാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും 250 ഗ്രാം വരെയുള്ള ഡ്രോണുകൾ നമ്മുടെ ഇവിടെ പറത്താൻ വലിയ പ്രശ്നങ്ങളില്ല. അതായത് 250 ഗ്രാമിന് താഴെയുള്ള ഡ്രോണുകൾ. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ക്ലാസിഫിക്കേഷൻ, ഈ ബ്രഷ്ലെസ് ഡ്രോണും ഇതൊക്കെ 250 ഗ്രാമിന് താഴെ വരുന്നതാണ്. നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് പറത്താൻ വേണ്ടി പറ്റും. പബ്ലിക് പ്ലേസസിൽ പറത്തുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുവാദവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടേ പറത്താൻ വേണ്ടി പറ്റുള്ളൂ, ക്യാമറയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ കേസിലേക്ക് വരുന്നതിനുണ്ടെങ്കിൽ കഥ അങ്ങനെ തന്നെ മാറി. കാര്യം ഇത് 250 ഗ്രാമിന് മേലെയുള്ള ഒരു ഡ്രോണാണ്. ഇത് പറത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രൈവറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പറത്തുമ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് വരില്ല. നമ്മളൊരു സർട്ടൺ ഹൈറ്റിന് താഴെ തന്നെ പറത്തും. പക്ഷേ നമുക്കൊരു പബ്ലിക് ഏരിയയിലേക്കോ റോഡിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പറത്താമെന്നല്ലാതെ. കാര്യം ഇതിന് നമുക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ വേണം, ഒരുപാട് വള്ളിയും ഉള്ളിയൊക്കെ ഉണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കി ഒന്നും കൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഫുട്ടേജ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത്. നമ്മുടെ ഇവിടെയുള്ള ക്യാമറ ഡ്രോൺ, ഇപ്പോൾ DJI ഡ്രോണുകളെല്ലാം ഈ സെയിം കാറ്റഗറി അല്ലെങ്കിൽ GPS വരുന്ന ഡ്രോണുകളായിരിക്കും. GPS പ്ലസ് ബ്രഷ്ലെസ് മോട്ടറായിരിക്കും അതിൽ വരുന്നത്. പിന്നെ ക്യാമറ ഗിംബിൾ കാര്യങ്ങൾ വരും, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഒരു GPS ഉള്ള ഒരു ബ്രഷ്ലെസ് ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. പക്ഷേ ബ്രഷ്ലെസ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി കൂടെ ഡേഞ്ചറാണ്. നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്, നല്ല പവർ ഉണ്ട്. കയ്യൊക്കെ അടുത്തേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ചെത്തിയ പോലെ ഇങ്ങനെ പാട് വരും, നമുക്ക് കത്തി കൊണ്ട് മുറിച്ച പോലെ ഇരിക്കും ഏകദേശം. കൂടിയ ഡ്രോണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കീറിപ്പോകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഡ്രോൺ അല്ല. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, അതായത് ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉള്ളത്, നമുക്ക് നല്ല പ്രൊപ്പല്ലർ ഗാർഡ് കാര്യങ്ങളുള്ളത് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇത് നമുക്ക് ഇൻഡോർ പറത്താം, വലിയ സീനുകൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഈ വക ഡ്രോണുകൾ നമ്മൾ ഇൻഡോർ പറത്താനല്ല ഔട്ട്ഡോർ പറത്താം, പക്ഷേ നമ്മൾ പ്രൊപ്പല്ലർ ഗാർഡുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ഒരു ഡ്രോണിൻ്റെ ഒപ്പം നമുക്ക് പ്രൊപ്പല്ലർ ഗാർഡ്
ഒന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പറത്താൻ അത്യാവശ്യം സ്റ്റേബിളാണ് കാര്യങ്ങളൊക്കെ. എനിക്ക് പോലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പറത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡ്രോണുകളുടെ പല മോഡലുകളെയും കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്ത് നോക്കിയോ. ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള കാര്യങ്ങളാണ്. ഡ്രോൺ പറത്തുന്നതിനെ കുറിച്ചുള്ള ലീഗാലിറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്കും വലിയ പിടിയില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. എന്താണെങ്കിലും ഏത് ടൈപ്പുള്ള ഒരു ഡ്രോൺ ആണെങ്കിൽ പോലും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ വീഡിയോഗ്രാഫിയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അനുവാദം മേടിച്ചിട്ട് തന്നെ പറത്തുക. ലീഗാലിറ്റിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും അതിനോട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ചോദിക്കണം. നമ്മളിവിടെ പറത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പരിപാടിക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ലീഗാലിറ്റി അറിയാൻ വേണ്ടി പാടില്ല. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചോദിക്കാം. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.